എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അക്ബർ കക്കട്ടലിൻ്റെ ഭൂമിയുടെ ഉപ്പ് എന്ന ചെറുകഥയാണ്. നമുക്ക് ചെറുകഥ കേൾക്കാം. രക്ഷപ്പെടുമെന്ന കാര്യം സംശയം തന്നെയാ. പക്ഷേ ഈശ്വരൻ വിചാരിച്ചാൽ എന്ത് അട്ടിമറിയാ നടന്നുകൂടാത്തത്? ഡ്രൈവിങ്ങിനിടയിൽ അത്ഭുതത്തോടെ ഞാൻ അയാളെ നോക്കി. ഒന്നും സംസാരിക്കാതെ മനസ്സിൽ അയാളുമായി ഒരു ദീർഘ സംഭാഷണത്തിലായിരുന്നു ഞാൻ. എൻ്റെ ഒടുവിലത്തെ സംശയത്തിന് കൃത്യമായി ഉത്തരം വന്നു വീണിരിക്കുന്നു. അപ്പോൾ അയാളും ഒച്ചയില്ലാതെ എന്നോട് സംവദിക്കുകയായിരുന്നുവെന്ന് തീർച്ച. റോഡിലേക്ക് ശ്രദ്ധ വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അശുഭകരമായി ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം നന്നായി വരും. രോഗം മാറും. എഴുതിത്തള്ളിയ എത്ര കേസുകൾ ഈ ആശുപത്രിയിൽ വെച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അയാൾ പറയുന്നത് ഞാൻ കേട്ടു. അത് തന്നെ മോനെ എൻ്റെയും പ്രതീക്ഷ. വഴിയിൽ വെച്ച് കിട്ടിയതാണ് എനിക്ക് മനുഷ്യനെ. ഒരു സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. ഞാൻ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഫോൺ ചെയ്യാതെ പോയതാണ്. അത് അബദ്ധമായെന്ന് ആ വീട്ടിലെത്തിയ ഉടനെ മനസ്സിലായി. അയാൾ വീടും പൂട്ടി ഏതോ കല്യാണത്തിന് കുടുംബസമേതം പോയിരിക്കുന്നു. ഇനി തിരിച്ച് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. മെഡിക്കൽ കോളേജ് ആശുപത്രി റോഡിലേക്ക് കയറിയപ്പോഴാണ് കയ്യിൽ ഒരു ലഞ്ച് കാരിയറുമായി ഫുട്പാത്തിലൂടെ അയാൾ നടന്നു വരുന്നത് കണ്ടത്. പെട്ടെന്ന് ആ പതിവ് കൗതുകമുണർന്നു. ഇയാളെ കയറ്റാം. ഞാൻ കാർ നിർത്തി. ആശുപത്രിയിലേക്കല്ലേ, കയറിക്കോളൂ. ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ഞാൻ ക്ഷണിച്ചു. അയാൾ എന്നെ സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ ആരാണ് എന്നൊരന്വേഷണം ആ നോട്ടത്തിലുണ്ടായിരുന്നോ? ഞാൻ കയറുന്നില്ല, നടന്നു പൊയ്ക്കൊള്ളാം, അയാൾ പറഞ്ഞു. ഏതാണ്ട് 50 വയസ്സ് തോന്നിക്കും അയാൾക്ക്. താടിയും തലമുടിയും പറ്റെ നരച്ചിരിക്കുന്നു. ഏതായാലും ഞാൻ ആ വഴിക്കാണ്. നിങ്ങൾ കയറിക്കോളൂ, ഞാൻ വീണ്ടും ക്ഷണിച്ചു. എനിക്ക് നടന്നു പോകുന്നതാണ് ഇഷ്ടം, നിങ്ങൾ പൊയ്ക്കോളൂ. അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപരിചിതനായ ഒരാൾ വണ്ടി നിർത്തി കയറ്റുന്നതിൽ ആശങ്ക കൊണ്ടാകണം. എനിക്കും അതൊരു വാശിയായി. ഇങ്ങനെയൊരു സംഭവം ശരിയല്ലല്ലോ. അല്ല, നിങ്ങൾ വിഷമിച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയതാ. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യരുതെന്ന് പറയുന്നത് വെറുതെയല്ല. എന്നെ കണ്ടിട്ട് ഒരു കള്ളനാണെന്നോ മറ്റോ തോന്നുന്നുണ്ടോ? ഞാൻ ഡോർ അടയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സഹായിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഇന്ന് തരാം എന്ന മട്ടിൽ അയാൾ അകത്ത് കയറി. എനിക്ക് ചിരിയും വന്നു. ഇതിപ്പോൾ വീട്ടിലറിഞ്ഞാൽ അലമ്പായിരിക്കും. ശ്രീമതി ചൂടാകും. ഉണ്ടായ അനുഭവം ഒന്നും പോരെ നിങ്ങൾക്ക്? എന്തടിസ്ഥാനത്തിലാ ഒരു പരിചയമില്ലാതെ കണ്ടവരെയൊക്കെ കാറിൽ കയറ്റുന്നത്? ഇതെന്ന് തുടങ്ങിയ ഏർപ്പാടാ? ഇതെവിടെയാ ചെന്നെത്തുക? എയർപോർട്ടിൽ ഒരു ബന്ധുവിനെ കൊണ്ടുവിട്ട് മടങ്ങുന്ന വഴിയിൽ ഉണ്ടായ അനുഭവം ആലോചിക്കുമ്പോൾ അവൾക്ക് മാത്രമല്ല എനിക്കും നടുക്കമാണ്. ഒരു സന്ധ്യാനേരമായിരുന്നു അത്. ഞാനും ഒരു സുഹൃത്തും മാത്രമാണ് കാറിൽ. ഞങ്ങൾ വഴിക്ക് ഒരു തട്ടുകടയിൽ നിന്ന് സോഡ കഴിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നു. സർ, ഞാനും സിറ്റി വരെ വന്നോട്ടെ? അയാൾ കിതപ്പോടെ ചോദിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. സിറ്റിയിലെത്തിയിട്ട് എനിക്ക് 2-3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം നാട്ടിലെത്താൻ. ഇപ്പോൾ പുറപ്പെട്ടാലേ സമയത്തിന് ബസ് കിട്ടൂ. ഞങ്ങൾ സിറ്റിയിലേക്കാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കണമെന്ന് തോന്നി. അയാളുടെ പരവശമായ മുഖം കണ്ടപ്പോൾ വേണ്ടെന്ന് വെച്ചു. അയാളെ കാറിൽ കയറ്റി. സാധാരണ നിലയിൽ ഒരാളെ ഇങ്ങനെ കയറ്റിയാൽ ഞാൻ പിന്നെ മിണ്ടാതെ ഡ്രൈവ് ചെയ്യുകയാണ് പതിവ്. കൂടെ വല്ലവരും ഉണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവം അറിയുന്നവരാണെങ്കിൽ അവരും മിണ്ടാതിരിക്കും. വണ്ടിയിൽ കയറിയ ആളുടെ അന്തർഗതം ആലോചിക്കാൻ ബഹുരസമാണ്. ഒരക്ഷരം അനങ്ങാതെ കുറേ ദൂരം പോകുമ്പോൾ ഏത് കെണിയിലാണ് വീണതെന്ന് അവർ സ്വാഭാവികമായും ആലോചിക്കും. കയറി കുടുങ്ങിപ്പോയ അനുഭവം. സ്ഥലമെത്തിയാൽ ഇയാൾ വണ്ടി നിർത്തുമോ? അവർ പേടിക്കാതിരിക്കില്ല. ചിലർ ബേജാറകറ്റാൻ പരപര ചോദ്യങ്ങളാവും. ആരാണ്, എന്താണ്, എവിടെയാണ്, അങ്ങനെ കാച്ചിക്കുറുക്കിയാവും ഉത്തരങ്ങൾ. കൂടുതൽ പേടിക്കാൻ പഴുതിട്ടെന്നുമിരിക്കും. എത്തേണ്ട സ്ഥലമായാൽ രക്ഷപ്പെട്ട ആശ്വാസത്തോടെയാവും അവരിറങ്ങുന്നത്. ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വണ്ടി പിന്നെയും ഒരു വിടലാവും. വഴിയിൽ ചിരിച്ചു കുഴയുമ്പോൾ ഇറങ്ങിപ്പോയവൻ്റെ മനസ്സിൽ തീയാളുന്നുണ്ടാവും. ഈ ചെറുപ്പക്കാരനോട് പക്ഷേ അങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. സഹാനുഭൂതി പിടിച്ചുപറ്റുന്ന ഒരു മുഖമുണ്ട് അയാൾക്ക്. എവിടെയാ സ്ഥലം? അയാൾ സ്ഥലപ്പേര് പറഞ്ഞു. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓട്ട് കമ്പനിയിൽ പണിയാം.
പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പെട്ടെന്നാണ് പറഞ്ഞത്, ബാല, ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചേ. നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ ആകെ അസ്വസ്ഥനായ നിലയിൽ കുഴയുകയാണ്. വണ്ടി നിർത്തി. അയാൾക്ക് ചലനവേഗം. ഈശ്വര, അപസ്മാരമാണ്. വായിൽ നിന്ന് നുരയും പതയും. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ കുഴങ്ങി. ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ചെന്ന് പെട്ടിട്ടില്ല. പൊടുന്നനെ പവർക്കട്ട്. വണ്ടിയിൽ അകം വെളിച്ചം തെളിയിച്ചു. എനിക്കൊരു ബുദ്ധി തോന്നി. പതുക്കെ വണ്ടിയെടുത്ത് ഒരു കടയുടെ അരികിലേക്കിട്ടു. ഇനി ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? എന്താണ് പറയുക? കുറച്ചാളുകളെങ്കിലും ദൃക്സാക്ഷികളാവട്ടെ. എന്നാൽ അയാളുടെ പരാക്രമം അടങ്ങി അയാൾ ശാന്തനായി. ഒരു പുതിയ ജന്മമെടുത്ത പോലെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഞാനിവിടെ ഇറങ്ങി ബസ്സിന് പോയിക്കൊള്ളാം. ഞങ്ങൾ അയാളെ തന്നെ നോക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഇത് സംഭവിക്കാതിരിക്കാനാണ് കാറിൽ കയറിയത്. സത്യത്തിൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. സോറി. എനിക്ക് അമർഷവും സങ്കടവും കൂടിച്ചേർന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഞങ്ങൾ അയാളെ റോഡിലേക്ക് ഇറക്കി വിട്ടില്ല. സിറ്റി സ്റ്റാൻഡിൽ തന്നെ എത്തിച്ചു. അയാൾ നന്ദി പറഞ്ഞ് പോകുമ്പോൾ മനസ്സിലാകെ തിരിച്ചറിയാനാവാത്ത ഏതെല്ലാമോ വികാരങ്ങളായിരുന്നു. ഇത് ശ്രീമതിയോട് പറഞ്ഞെങ്കിൽ അവളോട് പറയാത്ത ഒന്നുകൂടിയുണ്ട്. വയനാട്ടിൽ കുറേ സുഹൃത്തുക്കളോടൊപ്പം ഒരു മരണ വീട്ടിലേക്കുള്ള യാത്ര. നല്ല മഴക്കാലം. ഞാനൊഴിച്ച എല്ലാവരും നല്ല മൂഡിലാണ്. വളവും തിരിവും കഴിഞ്ഞ് കനത്ത കാട്ടിലെ ഒരു പോക്കറ്റ് റോഡിലാണ് ഞങ്ങൾ. വഴി ഇനിയും ചോദിച്ചറിയണം. ഒറ്റ മനുഷ്യനില്ല. ഏറെ നേരം കാത്തപ്പോൾ ഒരു പെൺകുട്ടി, കോളേജ് വിദ്യാർത്ഥിനിയാണെന്ന് കണ്ടാൽ അറിയാം. ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട വീട് അവൾക്ക് കൃത്യമായി അറിയാം. കുടക്കീഴിലാണെങ്കിലും അവൾ നനയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതല്ലാതെ ഇടത്തുഭാഗത്ത് മറ്റൊരു വഴിയുണ്ടില്ലല്ലോ? അവൾ വഴി വിശദീകരിച്ച ശേഷം ഞാൻ ചോദിച്ചു. ഇല്ലെന്നേ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അത്. എന്നാൽ പിന്നെ ഇതിൽ കയറിക്കൊള്ളൂ, ഞങ്ങൾ അവിടെ വിടാം, ഞാൻ പറഞ്ഞു. താങ്ക്സ്, ഞാൻ പൊയ്ക്കൊള്ളാം, ഞാൻ വീണ്ടും നിർബന്ധിച്ചു. പക്ഷേ അവൾ നടന്നു നീങ്ങി, ചിരിയോടെ. പിന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ കേട്ട ചീത്തയ്ക്ക് കണക്കില്ല. എന്ത് ഭ്രാന്താ നിനക്ക്? ഏതവസ്ഥയിലാണ് ഞങ്ങളുടെയൊക്കെ ഉള്ളത്? പത്രമൊന്നും നീ വായിക്കാറില്ലേ? ആ കുട്ടിയോ മറ്റോ ആരോടെങ്കിലും പരാതിപ്പെട്ടാൽ ജീവനും കൊണ്ട് തിരിച്ചു പോവോ നമ്മൾ? 4-5 ആളുള്ള കാറിലിരിക്കാൻ അവളെ ക്ഷണിച്ചിരിക്കുന്നു. ഗൾഫിലുള്ള നിന്റെ അനിയൻ വരെ കുടുങ്ങില്ലേ? ശരിയാണ്, അനിയൻ്റെ കാറാണ്. അവൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ സുഖത്തിനു വേണ്ടി വിട്ടു തന്ന കാർ. സർക്കാർ ഗുമസ്തനായ ഞാൻ അങ്ങനെയാണ് കാറിനുടമയായത്. അതിനുശേഷം കാറിൽ വഴിപോക്കരെ കയറ്റുന്നത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇന്നെന്തോ സമീപത്തിരിക്കുന്ന മനുഷ്യൻ ലഞ്ച് കാരിയർ ഒന്നമർത്തി പിടിച്ചു കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഡോക്ടറാണോ? ജിജ്ഞാസയുടെ ഭാരമുണ്ട് ആ ചോദ്യത്തിന്. അല്ല. ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? ഞാൻ കള്ളം പറയുകയാണെന്ന് അയാൾ സംശയിക്കുന്നുണ്ടോ? വാർഡിൽ വെച്ചോ മറ്റോ കണ്ട പരിചയത്തിൻ്റെ പേരിൽ കാറിൽ കയറ്റിയ ഒരു ഡോക്ടർ എന്നാണോ അയാൾ ഒടുക്കം എന്നെപ്പറ്റി ധരിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ കുറച്ച് ദൂരത്താ, ഒരു ഓഫീസിലെ ക്ലാർക്കാ. കാർ ആശുപത്രിയുടെ സമീപം എത്തിയിരിക്കുന്നു. ഞാൻ വേഗം കുറച്ച് വണ്ടി നിർത്തി. അയാൾ പുറത്തിറങ്ങി നന്ദി സൂചകമായി എന്നെ നോക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ ചോദിച്ചു, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അയാൾ എന്നെ ഉറ്റുനോക്കുക തന്നെയാണ്. ഇല്ല, ഞാൻ സത്യം പറഞ്ഞു. എൻ്റെ അളിയന് ഒരു കട്ടിൽ കിട്ടിയിട്ടില്ല. കടലാസ് വിരിച്ച് വെറും നിലത്താ കിടക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയിപ്പിക്കാലോ എന്ന് കരുതിയ. ശ്വാസം ഉള്ളവരെ കട്ടിലിൽ കിടന്നോട്ടേന്ന് ഒരാശ. അതുകൊണ്ട് ചോദിച്ചതാ, മറ്റൊന്നും തോന്നരുത്. ആ മനുഷ്യൻ നടന്നു. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.